സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ഞങ്ങളെ രക്ഷ ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ട് ജോസഫേ. എന്തുകൊണ്ടത്? പിന്നെ വീട്ടുകാര് നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്തെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റൂല. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടും. അല്ലെങ്കിൽ തനിക്ക് ഈ ആമ്പിള്ളാരെ വളയ്ക്കാൻ നഷ്ടം എടുക്കാതെ ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനോ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഏട്ടനില്ലാണ്ടിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളി കളിക്കും. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോവും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. അവളൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി, അവളെ കളഞ്ഞിട്ട് പോയി. അവളെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ പവനായി ശവമായി എന്തൊക്കെ. മറ്റേ നേരത്തെ മോള് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ കളി കളിക്കുന്ന കളി, ആ കളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അളിയന് ആ സംഭവത്തിന്റെ ഇതൊക്കെ മാറി പിന്നെ സർവീസിങ് എഞ്ചിൻ പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് മതിയായി. മനസ്സിലാക്കാം. വൈവിധ്യം പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇന്ന് ധരിക്കുന്ന വസ്ത്രമല്ല നമ്മൾ നാളെ ധരിക്കുന്നത്. അതുപോലെ ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടുകാരെന്ന് പറയുന്ന ഒരു വെറും ഊളന്മാരാക്കി മാറ്റരുത്. ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരു അബദ്ധം. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.